സ്ത്രീലോല സുരതോപചാര കുശല ശാമേഷണ ശാസ്ത്രവിദ്യ. അതിനകത്ത് ഈ സ്ത്രീലോല എന്ന് പറയുന്ന വാക്കിന് സ്ത്രീകളിൽ അമിതമായ താല്പര്യമുള്ളവരെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്. അടുത്ത് സുരതോപചാര കുശല എന്ന് പറഞ്ഞാൽ കാമക്രീഡകളിൽ നൈപുണ്യമുള്ളവൻ. ഒന്ന് ആലോചിച്ച് നോക്കൂ, തൻ്റെ മുന്നിൽ വരുന്ന ഒരാൾ മിഥുനൻ രാശിയാണ്. പരാശരി എന്ന് പറഞ്ഞൊരു അസ്ട്രോളജി സോഫ്റ്റ്വെയർ ഉണ്ട്. അതെ, അതിനകത്തൊരു ഡേറ്റ് ഓഫ് ബർത്തും ടൈമും ഒക്കെ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത്ഭുതകരമായിട്ട് ഇത് ഡെവലപ്പ് ചെയ്തത് ഒരു സൈപ്പാണ്. എന്നിട്ട് അയാൾ പറയുന്നുണ്ട്, ഇത് നിങ്ങളുടെ ഹോരാശാസ്ത്രത്തിൽ അല്ലെ നിങ്ങളുടെ ചിന്താമണി പ്രശ്നം ഇങ്ങനെ പുസ്തകങ്ങളെ ഡിഫൈൻ ചെയ്തിട്ട് അതിനകത്ത് ഇന്ന ശ്ലോകപ്രകാരം ഈ കണ്ടീഷൻസ് ഇത്രയും അടുത്ത് ഡിഫൈൻ ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അതിനകത്തെ ചില ഘടകങ്ങൾ നമുക്ക് പലയിടത്തും പല ഫലങ്ങളും പറയാൻ പറ്റില്ല. ഉദാഹരണം പറഞ്ഞാൽ മിഥുനൻ രാശി നോക്കൂ, ഇരുട്ടെന്ന് പറയുന്ന ഒരവസ്ഥ പ്രകാശത്തിൻ്റെ ലഭ്യതയില്ലായ്മയാണ് എന്ന് വളരെ വ്യക്തമാണ്. കാരണം ഇരുട്ടുണ്ടായതാണോ പ്രകാശം ഇല്ലാത്ത അവസ്ഥയാണോ എൻ്റെ ഫിലിമിൽ തിലകൻ ചോദിക്കുന്ന മാതിരി. കിഴക്ക് എവിടെയാണ്? അത് സൂര്യൻ ഉദിക്കുന്നിടത്ത് കിഴക്ക് എന്ന് പറയാം. അതേപോലെ തന്നെ ചൂടുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെ തണുപ്പ് കൂടുതലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചൂടിൻ്റെ അഭാവമാണ് തണുപ്പെന്നും പറയാം. അങ്ങനെയെങ്കിൽ പ്രകാശത്തിൻ്റെ അഭാവമാണ് ഇരുട്ട്. എനർജി പാക്കറ്റ്സുകൾ, പ്രകാശം എന്ന് പറഞ്ഞാൽ അവിടെ എനർജി പാക്കറ്റുകൾ ആണ്. അതെ, ആ എനർജി പാക്കറ്റുകൾ മേ ബി പോസിറ്റീവ്ലി ചാർജ്ഡ് ആകാം. നമ്മുടെ തോട്ട്സിനോ അല്ലെ നമ്മൾക്ക് ആവശ്യമുള്ള രീതിയിൽ ഇന്ന് എനർജീസിനെ കൺവേർട്ട് ചെയ്യാനുള്ള ഡിവൈസുകളുണ്ട്, നമുക്ക് അതിനുള്ള കഴിവുകളുണ്ട്. ഈവൻ മന്ത്ര എന്ന് പറയുന്ന മന്ത്രങ്ങൾ പോലും ഈ എനർജി ബിൽഡപ്പ് ചെയ്യുക, അതായത് പോസിറ്റീവ് എനർജി ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. ശരിക്കും പോസിറ്റീവ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ കുഴപ്പമുണ്ട്. നമ്മൾ പറയാം അമൃതും വിഷമാകും എന്ന് പറയും. എപ്പോഴാ? അതിൻ്റെ ഒരു പരിധിക്ക് മുകളിലാണ്. അപ്പോൾ എല്ലാം പോസിറ്റീവ് എനർജിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോസിറ്റീവ് എനർജി ചിലപ്പോൾ അങ്ങേക്ക് പറ്റുന്ന പോസിറ്റീവ് ഫീൽഡ് ഒരു പക്ഷെങ്കിൽ എനിക്ക് കംഫർട്ട് ആണെന്നില്ല. അതെ. അപ്പോൾ ഇരുട്ടിൻ്റെ ആ ഒരു പ്രസൻസിന് മുമ്പായിട്ട് വന്ന എനർജി, ആ എനർജി അവിടെ ഒരു എനർജി പാക്കറ്റ്സ് ഉണ്ട്. ഇരുട്ട് വരുന്ന സമയത്തോ മറ്റ് എക്സ്റ്റേണൽ എനർജികളുടെയോ അല്ലെങ്കിൽ വ്യക്തികളുടെയോ സാഹചര്യങ്ങളുടെയോ ഒരു ആക്ഷൻസ് കാരണം ആ എനർജി കുറച്ചും കൂടി വേഴ്സനാകുന്ന, കുഴപ്പമുണ്ടാക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ ഭീകരമാകുന്ന എനർജിയിലേക്ക് കൺവേർട്ടായാൽ അതിന് ഈ പറയുന്ന ഇരുട്ട് ഒക്യുപ്പൈ ചെയ്ത് വെക്കും, ഹോൾഡ് ചെയ്ത് വെക്കും. അപ്പോൾ എന്ത് വെച്ചാൽ ട്രാവലിംഗ് എന്ന് പറയുന്നത് വളരെ ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ കൺജസ്റ്റഡ് ആകുന്നുണ്ടാവും. ഇനി അത് മാത്രമല്ല, ഇപ്പം അങ്ങ് മുമ്പേ പറഞ്ഞത് പാലങ്ങളെന്ന് പറയാം. നോക്കൂ, ഈ കൂർത്തിരിക്കുന്ന അഗ്രമുള്ള ഏത് മെറ്റീരിയൽ പോയിന്റിൽ നിന്നും എനർജി എമിഷൻസും ഉണ്ട്. അതാണ് നമുക്ക് വാസ്തുശാസ്ത്രത്തിൽ വളരെ പ്രാധാന്യം നൽകുന്നത്. ഈ വീടിൻ്റെ അഗ്രങ്ങൾ ഇത്ര മൂലകൾ അവിടെ വരാൻ പാടില്ല എന്നൊക്കെ പറയുന്നത്. നമുക്ക് 4 അഗ്രങ്ങളാണെങ്കിൽ അതിന് ആ എനർജി നമ്മൾ പണിഞ്ഞ് വെക്കുന്നത് ഏത് തരത്തിലാണോ ആ എനർജിയിൽ അതിനനുസരിച്ചിട്ട് അത് എമിറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇതിലേക്കൊക്കെ വരുമ്പം ശരിക്കും ഇതെല്ലാം എനർജി ഫീൽഡിൻ്റെ കളികളാണ്. അപ്പോൾ ബേസിക്കലി ലൈറ്റിൽ നിന്ന് തന്നെയാണ് ഇത് വരുന്നത്. ആ ലൈറ്റിൽ നിന്നും വന്ന എനർജി ആ ഒരു എനർജിയെ പിന്നെ ഒക്യുപ്പൈ ചെയ്തിട്ട് അതിനെ കൺവേർട്ടായിട്ട് ചിലത് വേറൊരു വിധത്തിൽ അക്യുമുലേറ്റഡ് ആവാൻ തുടങ്ങും. ഈ തണുപ്പ് എന്ന് പറയുന്ന സ്ഥലത്താണല്ലോ ഏറ്റവും കൂടുതലും അണുക്കൾക്ക് വളരാനുള്ള സൗകര്യം ഉണ്ടാവുക, സ്വാഭാവികമായിട്ടും. അപ്പം പ്രത്യേകത എന്ന് പറയുന്നത് തണുപ്പ് അണുക്കൾ, അതായത് തണുപ്പുള്ള വായു താഴെ തന്നെ വരും. അതുകൊണ്ടാണ് AC-യുടെ സംഭവം എല്ലാം നമ്മൾ മേലെ കൊണ്ടുവെക്കണത്. ശരി. എന്നാൽ ചൂട് മുകളിലേക്കാണ് പോവുക. അപ്പം ഉഷ്ണവാതകങ്ങളൊക്കെ മുകളിലേക്ക് പൊങ്ങിപ്പോകുന്നു, അത് ഓട്ടോമാറ്റിക്കലി. അപ്പം തണുപ്പ് വാതകം താഴേക്ക് വരും, അത് അതിൻ്റെ ഒരു ഡെൻസിറ്റി വെച്ചിട്ട് താഴെ വരിക. സ്വാഭാവികമായിട്ടും എനർജി എന്ന് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് തണുപ്പ് ഇരുട്ടും കൂടി വരുമ്പോൾ, ഇരുട്ടെന്ന് പറഞ്ഞാൽ സെയിം ടൈം ഹീറ്റ് എനർജി പോവുകയാണ്, അവിടെ തണുപ്പിൻ്റെ പ്രസൻസാണ് വരുന്നത്. ഇത് അവിടെ അക്യുമുലേറ്റഡ് ആകും. ഇതെല്ലാവരെയും ഹിറ്റ് ചെയ്യുമോ? ഇല്ല. ഇപ്പോൾ വഴി കൂടി പോകുന്ന ഭ്രാന്തൻ അവന് ഹിറ്റ് ചെയ്യാൻ തോന്നുന്നവനെ കയറി ഹിറ്റ് ചെയ്യുള്ളൂ. കാണുന്നവനെ ചിലപ്പോൾ അവൻ്റെ ഉള്ളിലൊരു ഭയം തോന്നുന്നതിൻ്റെ അടുത്തേക്ക് തിരിഞ്ഞു പോലും നോക്കില്ല. അപ്പം നമ്മളറിയാം ചില നായ്ക്കളൊക്കെ ഇങ്ങനെ റോഡിൽ നിൽക്കുന്നത് ഒരു 500 പേര് പോയാലും ഒന്നും ചെയ്യില്ല. ചിലപ്പോൾ ഒരെണ്ണത്തിനെ മാത്രം കയറിയിട്ട് കടിച്ചേച്ച് പോകും. അതെന്ത് വെച്ചാൽ അവൻ പ്രൊവോക്ക് ചെയ്തിട്ടൊന്നുമല്ലോ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് അട്രാക്ഷൻ. ശരി. ആ എനർജീസിന് അങ്ങോട്ടുള്ളൊരു അട്രാക്ഷൻ. ഇത് നമുക്ക് കാർമിക് കണക്ഷൻസുമായിട്ടൊക്കെ കണക്ട് ചെയ്യാം. പക്ഷേ ഈ പോകുന്ന ഈ അക്യുമുലേറ്റഡ് ആയിട്ടുള്ള എനർജി ഡേ ബൈ ഡേ ന്യൂട്രലൈസ് ചെയ്യാൻ ആരും മെനക്കെടുന്നില്ല.
അവിടെ ഒരു അപകടം ഉണ്ടാകുന്നു. അപകടം ഉണ്ടാകുമ്പോൾ എന്താണ്, അയാളുടെ തോട്ട് പ്രോസസ്സ് എന്ന് പറയുന്നതും അയാളുടെ അനുഭവങ്ങളും ചിലപ്പോൾ അയാൾക്ക് ആ അപകടം ഉണ്ടാകുന്നതിന് ചിലപ്പം ഒരു പുറത്തുള്ള എന്തെങ്കിലും ഒരു തേർഡ് ലെവൽ എനർജിയുടെ അറ്റാച്ച്മെൻറ്റ് കൂടി ഉണ്ടായിട്ടുണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പ്രേത സാന്നിധ്യം പോലുള്ള എന്തെങ്കിലും ആവാം. സോ ഇതെല്ലാം അവിടെ കണക്റ്റഡ് ആയിട്ട് അക്യുമുലേറ്റഡ് ആയിട്ട് എന്ത് ചെയ്യുക, ഒരാൾ കുഴപ്പക്കാരനാണ്, ഓക്കെ, ആദ്യമായിട്ട് പുതിയതായിട്ട് പിച്ചെടുക്കാൻ ചെല്ലുന്ന ഒരാളാണ്, അവൻ എവിടെ ഇരിക്കും, ഒരു പിച്ചക്കാരൻ ഇരിക്കുന്നുണ്ട്, എന്നാൽ പിന്നെ അങ്ങോട്ട് മാറിയിരിക്കാം. സ്വാഭാവികമായിട്ടും അതിന് ഫീൽ കിട്ടുന്ന ഒരു ഏരിയ അല്ലേ, ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ആയിടത്തല്ലേ. നമ്മൾ അമ്പലങ്ങളിലും ഒക്കെ ചെന്ന് നിന്ന് നോക്കാമെങ്കിൽ ഈ വെളിച്ചപ്പാട് തുള്ളുക എന്ന് പറയും. അതെ, ഈ വെളിച്ചപ്പാടിൻ്റെ ചെണ്ടമേളങ്ങളിൽ അദ്ദേഹം തുള്ളി നിൽക്കുന്നതിനോടൊപ്പം തന്നെ ഒരു വെളിച്ചപ്പാടും അല്ലാതെ കണ്ടു നിൽക്കുന്നവരും തുള്ളുന്നുണ്ടല്ലോ. അതെ, അറിയാതെ പോലും ഡാൻസ് മേളം പ്രോഗ്രാമൊക്കെ ആകുമ്പോൾ തലയൊക്കെ ആട്ടുന്നുണ്ട്, അറിയാതെ കൈകാലുകളൊക്കെ ഇങ്ങനെ ചലിക്കുന്നുണ്ട്. അപ്പം കാണുന്ന ശബ്ദങ്ങൾ, കേൾക്കുന്ന ശബ്ദങ്ങൾ, കാണുന്ന ഓരോരോ കാഴ്ചകൾ അവൻ്റെ ഉള്ളിൽ സബ് കോൺഷ്യസിനെ എന്ത് ചെയ്യുന്നുണ്ട്, ആക്ടിവേറ്റ് ചെയ്യണം. അപ്പം പാട്ട് വന്നു കഴിയുമ്പം തലയാട്ടിക്കോണമെന്ന് ആരോ പഠിപ്പിച്ചിട്ടുണ്ട്. അത് അപ്പോൾ അവന് ഇഷ്ടപ്പെടാത്തത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ നീ ഇറിറ്റേറ്റഡ് ആയിക്കോ, ഷൗട്ട് ചെയ്തോന്നും അവനെ ആരോ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് പലയിടത്തും പല രീതിയിലും പണിയെടുക്കുക. അപ്പോൾ എനർജി ശരിക്കും ലൈറ്റിൽ നിന്ന് പണിയെടുക്കുന്നതാണ്. ആ ലൈറ്റ് എനർജിയാണ്. ഇനിയും ഇതിൻ്റെ 7 എനർജിയുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ 7 ഗ്രഹങ്ങളാണ്, 7 സ്വരങ്ങളാ, 7 വർണ്ണങ്ങളാ. ശരി, വർണ്ണം എന്ന് പറയുമ്പോൾ വീണ്ടും ലൈറ്റിൽ വന്നു. അതെ അതെ, അപ്പോൾ 7 കളേഴ്സായി. അപ്പോൾ ഡിഫറെൻ്റ് 7 എനർജീസ് വീണ്ടും ആയില്ലേ. അതെ, ഇതുകൊണ്ടാണ് ഈ കളറിനെയൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ ജ്യോതിശാസ്ത്രത്തിൽ പിന്നെ ന്യൂമറോളജി വരും. ന്യൂമറോളജിയെ പിടിച്ചേച്ച്, ന്യൂമറോളജി അല്ല ജമ്മോളജി, നിങ്ങൾ പച്ചക്കല്ലിട്ടോ മഞ്ഞക്കല്ലിട്ടോ നീലക്കല്ലിട്ടോ സൂപ്പറാവും. ശരിക്കും ഇതെല്ലാം യൂണിവേഴ്സിൻ്റെ കളിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺലൈറ്റിന് പ്രത്യേക സ്ലിറ്റിലൂടെ കടന്നു പോകുമ്പോൾ 7 കളറാവാനുള്ള കഴിവ് അയാൾക്ക് തന്നെ ഉള്ളത്. ശരിയാണ്. അപ്പോൾ ഇത് ഒറ്റ ഡിവൈസിൽ നിന്നാണ് അത് വരുന്നത്, സൂര്യൻ, സൺ. അപ്പം ശരിക്കും പറഞ്ഞാൽ അത് അൾട്ടിമേറ്റ് ആണെന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. ആചാര്യമതത്തിൽ അവരിത് എങ്ങനെ കണ്ടുപിടിച്ചത്, ഇപ്പോഴാണ് ഇതെല്ലാം സയൻറ്റിഫിക്കലി. ഇനി കേരളം വിട്ട് കഴിഞ്ഞാൽ, സ്പെഷ്യലി ഒരു ഇന്ത്യ ഭാഗമൊക്കെ വിട്ട് കഴിഞ്ഞാൽ നമ്മൾ നോക്കിയാൽ മതി, ഈ വിദേശ രാജ്യത്തുള്ളവരൊക്കെ കുറച്ച് ഈ അവരധികം ചോറുണ്ണാത്തോണ്ടേ നമുക്കങ്ങനെ പറയാം, അവരധികം ചോറുണ്ടാകുന്നുണ്ട്. ഇങ്ങനെ ഇവിടം കൊണ്ടൊന്നും ചിന്തിക്കുക, അവരെന്തിനും സയൻറ്റിഫിക്കലി പ്രൂഫ് തേടും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ ഈ ഡിവൈസുകളെയൊക്കെ ഇൻവെൻറ്റ് ചെയ്യുന്നത്. നമുക്ക് ഇത്രയും എന്താ പറയുക, മൂല്യമുള്ള ഒരു സംസ്കാരമുള്ള ഭാരതത്തിൻ്റെ ഒരു ഗവൺമെൻറ്റും ഇതിനെ ഒന്ന് പഠിക്കാനോ ഇതിനകത്ത് എന്താ കഥയുള്ളതെന്ന് നോക്കാനോ ഒന്നും നോക്കുന്നില്ല. അപ്പം എല്ലാവർക്കും അവരവരുടെ കാര്യം ഓടിപ്പോക്കണം. ശരിക്കും ഇതിനെയാണ് റിസർച്ച് ചെയ്യേണ്ടത്. കോടിക്കണക്കിന് രൂപയുടെ വെതർ ഫോർകാസ്റ്റിംഗ് ഉണ്ട്. ഇന്ന് പറയും നാളെ കൊടുങ്കാറ്റ് വരുന്നു, ചുഴലിക്കാറ്റ് അവിടെ നിന്ന് കയറി ഇതുവഴി കയറി കേരളം അടിച്ചിട്ട് പോകും, ദേ വന്നു ദാ പോയി, ഇവിടെ വന്നതും ഇല്ല പോയതും ഇല്ലാതെ അതിൻ്റെ വഴിക്ക് പോയിട്ടേയിരിക്കും. അപ്പോൾ അത്ര ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക, അതിൻ്റെ 1% മതിയാവും. ആ കോടിക്കണക്കിന് രൂപയുടെ 1% മതിയാവും. രണ്ടാമത്, നമ്മൾ പാറ്റേൺസ് പഠിക്കാൻ മെനക്കെടുന്നില്ല. ഇതാണ് യൂറോപ്യൻസ് അല്ലെങ്കിൽ അമേരിക്കൻസ്. പരാശരി എന്ന് പറഞ്ഞൊരു അസ്ട്രോളജി സോഫ്റ്റ്വെയർ ഉണ്ട്. അതിനകത്തൊരു ഡേറ്റ് ഓഫ് ബർത്തും ടൈമും ഒക്കെ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത്ഭുതകരമായിട്ട് ഒരാളുടെ ക്യാരക്ടർ, ഒരാളുടെ കളറ്, അയാളുടെ പിന്നെന്താ പറയുക ജോബ് നേച്ചർ, ഇത്രയൊക്കെയുള്ള സാധനങ്ങൾ പറയും. ഇത് ഡെവലപ്പ് ചെയ്തത് ഒരു സായിപ്പാണ്. എന്നിട്ട് അയാൾ പറയുന്നുണ്ട്, ഇത് നിങ്ങളുടെ ഹോരാശാസ്ത്രത്തിൽ അല്ലെ നിങ്ങളുടെ ചിന്താമണി പ്രശ്നം ഇങ്ങനെ പുസ്തകങ്ങളെ ഡിഫൈൻ ചെയ്തിട്ട് അതിനകത്ത് ഇന്ന ശ്ലോകപ്രകാരം ഈ കണ്ടീഷൻസ് ഇത്രയും അടുത്ത് ഡിഫൈൻ ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അയാൾ എവിടെ ഉപാസന നോക്കിയിട്ടാ? ഉപാസനയാണോ? നമുക്ക് നമ്മുടെ ആചാര്യന്മാർ തന്നിട്ടുള്ള കുറച്ച് ഘടകങ്ങൾ വളരെ ശാസ്ത്രീയമാണ്. അത് അവർ ഉപാസിച്ച് കണ്ടെത്തി നമുക്ക് തന്നു, അതിൻ്റെ സയൻറ്റിഫിക് സാധനം തന്നു. അതിനെ ഇന്ന് ലോപിപ്പിച്ചിട്ട് തോന്നുന്ന വെർഷനിലേക്ക് മാറ്റി കൊടുക്കുന്ന ഒരവസ്ഥയായിപ്പോയി. ഹോരാശാസ്ത്രത്തിൽ വളരെ സിമ്പിളായിട്ട് പറയുകയാണ്, ഇത് കുറച്ച് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, ആചാര്യം പറഞ്ഞിട്ടുണ്ട്, വരാഹമിരാചാര്യ പറഞ്ഞിട്ടുണ്ട്, ഇത് കുറച്ച് കാര്യം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, ഇത് കുറച്ച് അക്ഷരങ്ങളും വലിയ കണക്കിനുള്ള അർത്ഥങ്ങളും എന്നാണ്. ഇപ്പോൾ ഹോരാശാസ്ത്രത്തിൻ്റെ ഓരോ പദങ്ങൾ മുതൽ ഓരോ അക്ഷരങ്ങൾക്ക് പോലും
നമ്മൾ ഡെഫിനേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഹോരാശാസ്ത്രത്തിനെ വിവർത്തനം ചെയ്യുന്നതിൽ പഠിക്കാനെടുത്തപ്പം നമുക്ക് പുസ്തകം ഓൾറെഡി ഇത് കൺവേർട്ട് ചെയ്ത് തന്നവരുടെ ഉണ്ട്. അതെടുത്ത് വെച്ച് നോക്കുമ്പോൾ അതിനകത്തെ ചില ഘടകങ്ങൾ നമുക്ക് പലയിടത്തും പല ഫലങ്ങളും പറയാൻ പറ്റില്ല. ഉദാഹരണം പറഞ്ഞാൽ മിഥുനൻ രാശി എന്ന് പറയും. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് പിന്നെ സ്ത്രീലോല സുരതോപചാര കുശല ശാമേഷണ ശാസ്ത്രവിക. അതിനകത്ത് ഈ സ്ത്രീലോല എന്ന് പറയുന്ന വാക്കിന് സ്ത്രീകളിൽ അമിതമായ താല്പര്യമുള്ളവെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്. അടുത്ത സുരതോപചാര കുശല എന്ന് പറഞ്ഞാൽ കാമക്രീഡകളിൽ നൈപുണ്യമുള്ളവെന്ന. ഒന്ന് ആലോചിച്ച് നോക്കൂ, തൻ്റെ മുന്നിൽ വരുന്ന ഒരാൾ മിഥുനൻ രാശിയാണ്. ഇത് ചൊല്ലിയിട്ട് ഈ ഫലം എവിടെയാണ് പറയുക?